ഇന്ത്യക്കാരുടെ ആതിഥ്യ മര്യാദയും സ്നേഹത്തെയും കുറിച്ച് ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾക്ക് പറയാൻ 100 നാവാണ്. പണത്തേക്കാൾ ഉപരിയായി മനുഷ്യബന്ധങ്ങൾക്കും അതിഥി സൽക്കാരത്തിനും വില കൽപ്പിക്കുന്ന ഈ നാട് വിദേശികളെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഹൃദ്യമായ അനുഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഫിജിയിൽ ജനിച്ച ന്യൂസിലാൻഡിൽ താമസിക്കുന്ന ലപ്പാനി എന്ന മ്യൂസീഷ്യനാണ് ഇന്ത്യക്കാരുടെ വലിയ മനസ്സിന് മുന്നിൽ മനസ്സ് നിറഞ്ഞ നന്ദിയുമായി രംഗത്തെത്തിയത്. കർണാടകയിലെ മൈസൂരിലെ ഒരു തെരുവിലൂടെ നടക്കുമ്പോഴാണ് ലപ്പാനിക്ക് ഈ അവിശ്വസനീയമായ അനുഭവം ഉണ്ടായത്. താൻ കണ്ട കാഴ്ചയും അനുഭവിച്ച സ്നേഹവും ഒരു വീഡിയോയിലൂടെ അദ്ദേഹം ലോകത്തെ അറിയിക്കുകയായിരുന്നു. ഇന്ത്യയിലെ അനുഭവങ്ങൾക്കായി തയ്യാറെടുക്കാൻ പലരും തന്നോട് പറഞ്ഞിരുന്നുവെങ്കിലും ഇത്തരമൊരു ഹൃദ്യമായ സ്നേഹപ്രകടനത്തിന് ആരും തന്നെ ഒരുക്കിയിരുന്നില്ല എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹം വീഡിയോ പങ്കുവച്ചത്. മൈസൂരിലെ തിരക്കേറിയ ഒരു തെരുവിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുകയായിരുന്നു ലപ്പാനി. അപ്പോഴാണ് അതിമനോഹരമായ ഒരു സുഗന്ധം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ സുഗന്ധം തേടിപ്പോയ അദ്ദേഹം കണ്ടത് ഒരു വലിയ ചെമ്പിൽ ബിരിയാണി വിളമ്പുന്ന കാഴ്ചയാണ്. റോഡിനപ്പുറത്ത് ഒരാൾ വലിയൊരു ജനക്കൂട്ടത്തിന് ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജിജ്ഞാസയോടെ നോക്കി നിന്ന ലപ്പാനിയെ ആ വ്യക്തി പുഞ്ചിരിയോടെ അരികിലേക്ക് വിളിച്ചു. അപരിചിതനായ വിദേശിയാണെന്ന് യാതൊരു അകൽച്ചയും കാണിക്കാതെ അദ്ദേഹം ലപ്പാനിക്ക് ഒരു പ്ലേറ്റ് ബിരിയാണിയും ചിക്കൻ കറിയും നൽകി. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ലപ്പാനി ഇതിന്റെ വില എത്രയാണെന്ന് തിരക്കി. എന്നാൽ ആ ഇന്ത്യക്കാരൻ നൽകിയ മറുപടി ലപ്പാനിയെ അമ്പരപ്പിച്ചു. പണം വേണ്ട, സ്നേഹത്തോടെ ഈ ഭക്ഷണം കഴിക്കൂ എന്നായിരുന്നു ആ വലിയ മനുഷ്യന്റെ മറുപടി. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് അദ്ദേഹം അത് നൽകിയത്. യാതൊരു പരിചയമില്ലാത്ത തനിക്ക് ഇത്രയും മികച്ച ഭക്ഷണം സൗജന്യമായി നൽകിയത് ലപ്പാനിക്ക് വിശ്വസിക്കാനായില്ല. ബിരിയാണിയുടെ രുചിയേക്കാൾ ആ മനുഷ്യന്റെ വലിയ മനസ്സിനാണ് താൻ മാർക്കിടുന്നതെന്ന് അദ്ദേഹം പറയുന്നു. തനിക്ക് ലഭിച്ച ചിക്കൻ ബിരിയാണിയുടെയും കറിയുടെയും ദൃശ്യങ്ങൾ അദ്ദേഹം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇന്ത്യയെക്കുറിച്ച് പലരും പല വിധത്തിലുള്ള മുൻധാരണകൾ നൽകാറുണ്ട്. എന്നാൽ യഥാർത്ഥ ഇന്ത്യ തെരുവുകളിലാണെന്നും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ സ്നേഹത്തിലാണെന്നും ലപ്പാനി സാക്ഷ്യപ്പെടുത്തുന്നു. പല വിദേശ രാജ്യങ്ങളിലും സേവനങ്ങൾക്കും ഭക്ഷണത്തിനും കൃത്യമായ വില ഈടാക്കുമ്പോൾ ഇന്ത്യയിൽ മാത്രം കാണുന്ന ഈ അതിഥി ദേവോഭവ എന്ന സംസ്കാരം ലോകത്തിന് തന്നെ മാതൃകയാണ്. മൈസൂരിലെ ആ തെരുവിൽ കണ്ട ആ മനുഷ്യൻ കേവലം ഭക്ഷണം വിളമ്പുകയായിരുന്നില്ല, മറിച്ച് ഭാരതത്തിന്റെ സംസ്കാരമാണ് ആ വിദേശിക്ക് പകർന്നു നൽകിയത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. നൂറുകണക്കിന് ആളുകളാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തുന്നത്. ഭാരതീയർ എന്നും ഇങ്ങനെയാണെന്നും വിശക്കുന്നവന്റെ ജാതിയോ മതമോ ദേശമോ നോക്കാതെ ഭക്ഷണം നൽകുന്നത് ഞങ്ങളുടെ ശീലമാണെന്നും പലരും കുറിച്ചു. മൈസൂർ നഗരത്തിന്റെ പൈതൃകത്തിനൊപ്പം തന്നെ അവിടുത്തെ മനുഷ്യരുടെ ലാളിത്യവും ഈ വീഡിയോയിലൂടെ വെളിവാകുന്നു. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് വന്നാലും ഇന്ത്യ നിങ്ങളെ നിരാശപ്പെടുത്തില്ലെന്ന് ഈ അനുഭവം തെളിയിക്കുന്നു. സഞ്ചാരികൾക്ക് ഇന്ത്യ നൽകുന്ന സുരക്ഷിതത്വവും സ്നേഹവും ഇത്തരം കൊച്ചു കൊച്ചു അനുഭവങ്ങളിലൂടെയാണ് ലോകം അറിയുന്നത്. ലപ്പാനിയെ പോലെ നിരവധി കലാകാരന്മാർ ഇന്ത്യ സന്ദർശിക്കാറുണ്ട്. എന്നാൽ മൈസൂരിലെ ഈ ബിരിയാണി വിളമ്പിയ മനുഷ്യൻ ലപ്പാനിയുടെ ഹൃദയത്തിൽ നിന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ചിത്രമായി മാറിയിരിക്കുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ലപ്പാനി ആ മനുഷ്യനോട് നന്ദി പറയുന്നതും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നതും വീഡിയോയിൽ കാണാം. ഭാഷകൾക്കും വേഷങ്ങൾക്കും അപ്പുറം മനുഷ്യത്വം ഒന്നാണെന്ന സന്ദേശം ആ ദൃശ്യങ്ങൾ നൽകുന്നു. ഈ വീഡിയോ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാരുടെ ആദ്യത്തെ മര്യാദയുടെ തിളങ്ങുന്ന ഉദാഹരണമായി ഈ മൈസൂർ യാത്ര ലപ്പാനിയുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കും.